السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. الحمد لله. നമ്മൾ ലെസൺ 6ന്റെ ഫൈനൽ എക്സസൈസ് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പാർട്ട് എ പാർട്ട് ബി അതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സിമ്പിളാണ്, ഡയറക്റ്റാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇതിനകത്തുള്ള കാലയുടെ ഫോമുകൾ കണ്ടിട്ട് അതിൻ്റെ സബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുക അല്ലെ. നമ്മൾ തഫ്സീറിൽ സുബ്ഹാനല്ലാഹ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, എല്ലാ വേർബും വെച്ചിട്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവാം. കുൽത്തി അൻതി അല്ലേ. കുൽത്തു അന. قالت هي. قال هو. قلت സോറി قلت أنت. ഓക്കെ. അപ്പം ഇതിനകത്ത് ആർക്കും സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അടുത്തതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അൻത ത്വാലിബുൻ എന്നുള്ളത് കുൽത്ത ഇന്നക ത്വാലിബുൻ എന്നുള്ള രീതിയിൽ, അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ഇന്ന യൂസ് ചെയ്തിട്ട് നീ പറഞ്ഞു അല്ലേ. അൻത ത്വാലിബുൻ, യു സെഡ് ദാറ്റ് എന്നുള്ള രീതിയിൽ ആ ദാറ്റിന് വേണ്ടിയിട്ട് ഇന്ന യൂസ് ചെയ്യുന്ന രീതിയിൽ മാറ്റി എഴുതാനാണ് പറഞ്ഞത്, അതേ സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട്. അപ്പം അൻത ത്വാലിബുൻ എന്നുള്ളത് കുൽത്ത ഇന്നക ത്വാലിബുൻ എന്നാണ് എഴുതിയതെങ്കിൽ അൽ ബിന്തു സ്വഗീറത്തു വാഖിഫത്തുൻ, അൽ ബിന്തു സ്വഗീറത്തു വാഖിഫത്തുൻ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതും? അപ്പം ഇതിന് വവൽസും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് വവൽസും കൂടെ കൊടുത്തിട്ട് പോവാം. ഹർക്കത്ത് കൊടുത്തിട്ട് പോവാം. ഓക്കെ. അൽ ബിന്തു സ്വഗീറത്തു വാഖിഫത്തുൻ. അതിനെ എങ്ങനെ മാറ്റി എഴുതാന്ന് വെച്ചാൽ ഖാലത്ത് ഇന്ന അൽ ബിന്ത അല്ലെ. ഇന്നൽ ബിന്ത, ബിന്തയുടെ വിശേഷണമായ സ്വഗീറയും അപ്പോൾ എന്താവും? സ്വഗീറത്ത എന്നാവും. സ്വഗീറത്ത വാഖിഫത്തുൻ. അതിന് മാറ്റമൊന്നുമില്ല, അത് പ്രെഡിക്കേറ്റ് ആണ് അല്ലേ. ഖാലത്ത് അൽ ബിന്തു എന്നുള്ളത് സ്ത്രീലിംഗ ഏകവചനം അവൾ അല്ലെ, ഹിയ. അപ്പം ഖാലത്ത്. ഇന്ന, ഇന്നയുടെ കൂടെ ഇന്നയുടെ ഇസ്മ വരുമ്പം ഇന്നൽ ബിന്ത, അതിന്റെ വിശേഷണമായ സ്വഗീറ, സ്വഗീറത്ത, പിന്നെ വാഖിഫത്തുൻ എന്നുള്ളത് പ്രെഡിക്കേറ്റ് ആണ്. അതിന്റെ ഇറാബിന് ചേഞ്ച് ഒന്നും വരില്ല. ഇനി അടുത്തതിന്റെ ഹർക്കത്തിട്ട് കൊടുക്കാം നമുക്ക് ആദ്യം. അൽ മുദർരിസു, അൽ മുദർരിസു ദാഹിബുൻ ഇല മദീനത്തിക, മദീനത്തിക. ഓക്കെ. അൽ മുദർരിസു ദാഹിബുൻ ഇല മദീനത്തിക. ഇനി ഇവിടെ മുദർരിസുനെ സബ്ജക്റ്റ് ആക്കിയിട്ട് എഴുതണം അല്ലെ. എങ്ങനെ എഴുതും? ഖാല, മുദർരിസും പുല്ലിംഗ ഏകവചനാണ്, അതുകൊണ്ട് ഖാല ഇന്നൽ മുദർരിസ അല്ലെ.
ബാക്കി അതേപോലെ തന്നെ, ബിക്കോസ് ബാക്കിയുള്ള പാട്ടെന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. ദാഹിബുൻ വിശേഷണോ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ ഭാഗമൊന്നും അല്ല. മദീനത്തിക. ഖാല ഇന്നൽ മുദരിസ ദാഹിബുൻ ഇല മദീനത്തിക. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ടുകൾ ഉള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, അന റജുലുൻ ഖസീറുൻ ജിദ്ദൻ. ഓക്കെ, അന റജുലുൻ ഖസീറുൻ ജിദ്ദൻ. ഇതിനെങ്ങനെ എഴുതും? അന എന്ന് പറയുമ്പം കുൽത്തു അല്ലേ? ഇന്നി, അനയുടെ ഇന്ന വേർഷൻ എന്താണ്? ഇന്നി റജുലുൻ ഖസീറുൻ ജിദ്ദൻ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണേ ഇൻഷാ അല്ലാഹ്. ഖുൽതു ഇന്നി റജുലുൻ ഖസീറുൻ ജിദ്ദൻ. നെക്സ്റ്റ്, അൽ മുദരിസത്തു ജാലിസത്തുൻ അലൽ കുർസിയി. ഇങ്ങനെ ഇങ്ങനെ എന്ത് സെന്റൻസ് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിപ്പം എല്ലാം ജുംലത്തുൽ ഇസ്മിയ ആയിട്ടാണല്ലോ അല്ലെ? ഇവിടെ ഇപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിലുള്ളതൊക്കെ ജുംലത്തുൽ ഇസ്മിയ ആണ്. അപ്പൊ അത് കാണുമ്പം ഇതിന്റെ മുബ്തദ ഏതാണ്, ഖബർ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറാബിന് കൺഫ്യൂഷൻസ് വരും. ഇതിനകത്തുള്ള സബ്ജക്റ്റ് എന്താണ്, ഈ സെന്റൻസിലുള്ള എന്താണ് പ്രെഡിക്കേറ്റ്, സബ്ജക്റ്റിനെ കുറിച്ച് എന്താ പറയുന്നതെന്ന്. ചിലപ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ തന്നെ ചിലപ്പോൾ 1-2 വാക്കുകൾ ഉണ്ടാവും സബ്ജക്റ്റിന്റെ വിശേഷണമായിട്ടൊക്കെ. അപ്പം അതിനെങ്ങനെ ഇറാബ് കൊടുക്കണം, ഇതിനെങ്ങനെ ഇറാബ് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഏതൊരു ജുംലത്തിൽ ഇസ്മിയ ആയിട്ടുള്ള സെന്റൻസ് കണ്ടു കഴിഞ്ഞാലും അതിന്റെ മുബ്തദ ഏതാ ഖബർ ഏതാന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം നമുക്ക് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളിപ്പോൾ മെല്ലെ മെല്ലെ അഡ്വാൻസ് ലെവലിലേക്ക് പോയി തുടങ്ങുകയാണ്. ഇനിയും ബേസിക് കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി അൽ മുദരിസത്തു ജാലിസത്തുൻ, നമുക്ക് അത് എഴുതാം. ഖാലത്ത് അല്ലെ, സ്ത്രീലിംഗ ഏകവചനാണ്. ഖാലത്ത് ഇന്ന അൽ മുദരിസത്ത ജാലിസത്തുൻ, ബിക്കോസ് ജാലിസത്തുൻ എന്ന് പറയുന്നത് എന്താണ്, ഖബറാണ്, ചേഞ്ച് ഒന്നും വരില്ല. ഇന്നയുടെ ഇസ്മു മുദരിസയാണ്, അതുകൊണ്ട് മുദരിസത്ത എന്നായി. അലൽ കുർസി. അൽ മുദരിസത്തു എന്ന് വന്നത് കൊണ്ടാണ് ഖാലത്ത് എന്ന് വന്നത് അല്ലെ? നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഖാലയുടെ ഇസ്മ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതിനകത്ത് സംശയമൊന്നും ഇല്ലാന്ന് അസ്യൂം ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഖാലത്ത് ഇന്നൽ മുദരിസത്ത ജാലിസത്തുൻ അലൽ കുർസി. അടുത്തത് അൻത, ആദ്യം ഹർക്കത്തിടാം. അൻത അബൂ ഹാദൽ വലദി അൽ ജദീദി. ഹർക്കത്തിടുന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം അബൂ എന്ന് നീട്ടുന്നുണ്ടെങ്കിൽ അതൊരു ഇദാഫ കൺസ്ട്രക്ഷൻ ആണ്. അപ്പം അബുൽ വലദാണ് ശരിക്കും, പക്ഷെ അതിനിടക്ക് ഹാദ ഇസ്മു ഇഷാര ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? നടുവിൽ ഇസ്മു ഇഷാര ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏത് വാക്കിനെയാണ് സൂചിപ്പിക്കാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പം അതുകൊണ്ട് ഹാദ നടുവിൽ വന്നതാണ്. അബൂ ഹാദൽ വലദി, അതുകൊണ്ടാണ് വലദി എന്ന് പറഞ്ഞത്. കാരണം അബൂ അബ അബി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ഇദാഫ കൺസ്ട്രക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അടുത്ത വാക്ക് മുദാഫ് ഇലൈഹി ആയിരിക്കും. അതുകൊണ്ടാണ് അൽ വലദി വന്നത്. അൽ വലദി വന്നത് കൊണ്ട് തന്നെ അൽ ജദീദി ആയി. ഓക്കെ, അൻത, അൻത എന്ന് പറയുമ്പോൾ കുൽത്ത അല്ലെ? കുൽത്ത ഇവിടെ അൻതയാണ്, അതുകൊണ്ട് ഇന്ന ഖ ആണ് അല്ലെ? വേറെ ഇസ്മുകളൊന്നും അല്ല യൂസ് ചെയ്തത്. ഇതുവരെ നമുക്ക് ഇസ്മുകൾ വേറെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഇന്നൽ മുദരിസത, ഇന്നൽ മുദരിസ, ഇന്നൽ ബിന്ത. ഒരു സ്ഥലത്ത് അന വന്നതുകൊണ്ട് നമ്മൾ അവിടെ ഇന്നി എന്ന് എഴുതി. ഇവിടെ അൻത വന്നതുകൊണ്ട് ഇന്നക്ക. ഇന്നക്ക ബാക്കി അതേപോലെ തന്നെ. കാരണം ബാക്കിയുള്ളതൊക്കെ എന്താണ്,
ഖബർ പാട്ടാണ്. ഖബർ പാട്ടിന് ചേഞ്ച് ഒന്നും വരില്ല അല്ലേ. ഇവിടെ മുബ്തദ പാട്ടിൽ തന്നെ ബമീർ വന്നതുകൊണ്ട് അവിടെ ഒരു മൻസൂബാവുന്ന പ്രശ്നം വരുന്നില്ല. ഇന്നക്ക എന്ന് നമ്മൾ ഡയറക്റ്റ് എഴുതുക ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം ഖബറാണ്, അത് അതേപോലെ തന്നെ എഴുതുവാണ്. അബു ഹാദൽ വലദിൽ ജദീദി. ഓക്കെ, അബു ഹാസൽ വലദിൽ ജദീദി. ഇനി അടുത്തത് translation of when did the minister tell his new employees that he was in his office? When, okay, did the minister tell his new employees that he was in his office? when ചോദിച്ചു കഴിഞ്ഞാൽ മത ആണ് അല്ലെ. മത ആണ് വെൻ. ഐന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറാണ്. അപ്പം ഇത് തെറ്റാണ്. നെക്സ്റ്റ് മത. ഓക്കെ, ഖാലൽ വസീറു. ഓക്കെ, വസീർ സെഡ്, അതായത് മിനിസ്റ്റർ സെഡ് ലി മുവദ്ദഫീഹി. ഈ ഒരു യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലി നമുക്കറിയാം അല്ലെ, ആരോടെങ്കിലും പറയുന്ന കാര്യമാണ് ലി അല്ലെ. ടു ആരോടാ പറഞ്ഞതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ലി യൂസ് ചെയ്യുന്നത്. അപ്പം ലി യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ശേഷം വരുന്ന ഇസ്മ മജ്റൂർ ആവും. ഇവിടെ എംപ്ലോയീസ് ഉണ്ട് അല്ലെ, മുവദ്ദഫുൻ മുവദ്ദഫൂന. അപ്പം ലി വരുമ്പോൾ മുവദ്ദഫീന എന്നായിട്ട് മാറും. അതുകൊണ്ടാണ് ലി മുവദ്ദഫി. പിന്നെ ഹി അവന്റെ എംപ്ലോയീസ് എന്നല്ലേ പറഞ്ഞത്, ഹിസ് ന്യൂ എംപ്ലോയീസ് ആണ്. സോറി, ഹിസ് ന്യൂ എംപ്ലോയീസ്. ഓക്കെ, അപ്പം ഹിസ് എന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു ഹു അല്ലെ അവസാനം വേണം. അത് മജ്റൂർ ആയതുകൊണ്ട് ഹി. അപ്പം ലി മുവദ്ദഫീഹി കറക്റ്റ് ആണത്. ഓക്കെ, ആ ഒരു യൂസേജ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മുവദ്ദഫുൻ സിംഗുലർ എംപ്ലോയി, മുവദ്ദഫൂന പ്ലൂറൽ എംപ്ലോയീസ്. ലി വരുമ്പം അത് മജ്റൂർ ആവും, ലി മുവദ്ദഫീന. അതിനോട് ഹു എന്നുള്ള ദമീർ മുത്തസിൽ അറ്റാച്ച് ചെയ്യുമ്പം അവസാനത്തെ നൂന് ഡ്രോപ്പ് ആയിട്ട് ലി മുവദ്ദഫീഹി എന്നാവുകയാണ് ചെയ്യുന്നത് അവിടെ. ഓക്കെ, അത് നമുക്ക് ഇതേപോലെ നമ്മൾ ചിലപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാലും കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. മനസ്സിലാക്കാൻ വേണ്ടി പറയണേ. മതാ ഖാലൽ വസീറു ലി മുവദ്ദഫീഹി. പിന്നെന്താ പറഞ്ഞത്, അൽ ജദീദി. അൽ ജദീദി അൽ ജദീദി his new employees. Innahu, indeed he, kana was, okay, sorry, indeed alla, that he was, fi maktabihi, in his office. Okay, okay. Mata qala al-waziri li muwaddafihi al-jadidi innahu kana fi maktabihi. അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് അടുത്ത ഓപ്ഷൻസ് കൂടെ നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. ഓക്കെ, ഇവിടെ മതാ ഖാലത്ത് ഓക്കെയാണ്. ഓക്കെ ആവില്ല, കാരണം ഇവിടെ ഹിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, അവന്റെ അദ്ദേഹത്തിന്റെ എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ മിനിസ്റ്റർ എന്താണ്, ഫീമെയിൽ അല്ല മെയിൽ ആണെന്ന് അല്ലെ. അപ്പം അത് തെറ്റാണ്, ഇതും തെറ്റാണ്. ഇനി അടുത്തത് മതാ ഖാലൽ വസീറു ലി മുവദ്ദഫാതിഹ അൽ ജദീദാതി ഇന്നഹ കാനത് ഫി മക്തബിഹ. മതാ ഖാലൽ വസീറു എപ്പോഴാണ്, when did the minister tell ലി മുവദ്ദഫാതിഹ. നമുക്കറിയാം മുവദ്ദഫത്തുൻ മുവദ്ദഫാത്തുൻ, ലി വരുമ്പോൾ മുവദ്ദഫാത്തി ഹ അല്ലെ. അപ്പം അത് തെറ്റാണ്, കാരണം വസീർ എന്താണ്, പുല്ലിംഗാണ്. അതുകൊണ്ട് മുവദ്ദഫാത്ത് ആണെങ്കിൽ പോലും അവിടെ മുവദ്ദഫാത്തി ഹി എന്ന് വരണം അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതും തെറ്റ് തന്നെയാണ്. എംപ്ലോയീസ് ഫീമെയിൽ ആണെങ്കിലും, കാരണം ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എംപ്ലോയി മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എംപ്ലോയീസ് ഫീമെയിൽ ആവാനും സാധ്യതയുണ്ട്. മുവദ്ദഫാത്ത് ആവുന്നത് ഓക്കെയാണ്, പക്ഷെ വസീർ മെയിൽ ആയതുകൊണ്ട് മുവദ്ദഫാത്ത് വരികയാണെങ്കിലും ലി മുവദ്ദഫാത്തി ഹി എന്ന് വേണം വരാൻ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ്. ഓക്കെ, ഇനി അടുത്തത്
അടുത്തതിൽ BO EO എഴുതിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണെന്ന് പറയുള്ളൂ. കാരണം ഇവിടെ ഓപ്ഷൻസിൽ ചെറിയൊരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. قالت موظفات حكوميات إن رئيس البلد أمام الجامعة. Okay. قالت she told ആണ്. Okay. Female ആണ്. موظفات employees, female employees. حكوميات government. Okay. അപ്പം government employees said Inna Raisi said that Rais al-Balad എന്ന് പറഞ്ഞാൽ കൺട്രീന്റെ പ്രസിഡന്റ് ആണ് അല്ലെ, പ്രസിഡന്റ് ഓഫ് ദി കൺട്രി. കാന ഇല്ല, അതുകൊണ്ട് ഈസ് അമാമൽ ജാമിയാത്തി, ഇൻ ഫ്രണ്ട് ഓഫ് ദി യൂണിവേഴ്സിറ്റി. നോക്കാം, ആദ്യത്തത് നോക്കാം. ഗവൺമെന്റ് എംപ്ലോയീസ് സെഡ് ദാറ്റ് ദ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ്, അതല്ല അല്ലെ, യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് അല്ല. കാരണം ഇവിടെ എന്താ പറഞ്ഞത്, റയീസുൽ ബലദ് ആണ്. റയീസുൽ ബലദ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്. അപ്പം അത് തെറ്റാണ്. അടുത്തത്, ഗവൺമെന്റ് എംപ്ലോയീസ് സെഡ് ദാറ്റ് ദ പ്രസിഡന്റ് ഓഫ് ദി കൺട്രി ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി യൂണിവേഴ്സിറ്റി. ഇത് ഓക്കെയാണ്. ദ പ്രസിഡന്റ് ഓഫ് ദി കൺട്രി ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി യൂണിവേഴ്സിറ്റി. ഇവിടെ ദ ഗവൺമെന്റ് എംപ്ലോയീസ് എന്നുള്ള ഒരു പാർട്ടിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഖാലത്ത് മുദ്ദഫാത്തുൻ ഹുക്കുമിയാത്തുൻ എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. സിഫ മൗസൂഫ് ആണെങ്കിലും ഇലാഫ കൺസ്ട്രക്ഷൻ ആണെങ്കിലും അത് മൗദഫാത്തിൽ ഹുക്കുമിയാത്തി എന്ന് വരാണെങ്കിൽ അവിടെ അൽ വരുന്നുള്ളൂ. പിന്നെ സിഫ മൗത്തൂഫ് ആണെങ്കിൽ അൽ മൗദഫാത്തുൽ ഹുക്കുമിയാത്തു എന്ന് പറയുകയാണെങ്കിലാണ് അവിടെ ദ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ദ നോക്കാം. നമുക്ക് അടുത്ത ഓപ്ഷൻസ് ഏതെങ്കിലും കറക്റ്റ് ആവോ നോക്കാം. ബി അവിടെ നിൽക്കട്ടെ. അടുത്തത്, ഗവൺമെന്റ് എംപ്ലോയീസ് ടോൾഡ് മീ ദാറ്റ് അല്ലെ, ടോൾഡ് മീ ദാറ്റ് എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഇവിടെ പറഞ്ഞിട്ടില്ല. ലീ എന്ന് ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. ഇന്നാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ആരോടാ പറഞ്ഞതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ടോൾഡ് മീ ദാറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത്, എംപ്ലോയീസ് ഓഫ് ദി ഗവൺമെന്റ് സെഡ് ദാറ്റ് ദ കൺട്രീസ് പ്രസിഡന്റ് വാസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി യൂണിവേഴ്സിറ്റി. കാന ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പം ഇതും തെറ്റാണ്. ഇനി അടുത്തത്, എംപ്ലോയീസ് ഓഫ് ദി ഗവൺമെന്റ് സെഡ് ദാറ്റ് ദ പ്രസിഡന്റ് ഓഫ് ദി കൺട്രി ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി യൂണിവേഴ്സിറ്റി. ഇവിടെ ഈ രണ്ട് കേസിലും ബിയിലും ഇയിലും ഒരു ദ ഗവൺമെന്റ് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു യൂസേജിൽ എവിടെയും അൽ എന്നുള്ള റെഫറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് കറക്റ്റ് ആണ് എന്നുള്ള, അല്ല, ഓപ്ഷൻസിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് തൽക്കാലം ബിയും ഇയും കറക്റ്റ് ആക്കി എടുക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് 5. The translation of the university president told Salim that the Indian professors would be coming tomorrow. Okay. Translation of university president told Salim that the Indian professors would be coming tomorrow. Okay. ഖാലത്ത് റഈസത്തുൽ ജാമിഅത്തി. ഓക്കെ, ഫീമെയിൽ ആണെന്ന് വിചാരിക്കാം. ഇലാ സാലിമിൻ. ഇലാ സാലിം അല്ല അല്ലെ. നമുക്കറിയാം ഒരാളോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ലി സാലിമിൻ എന്നാണ് പറയാം. ടോൾ സാലിം അല്ലേ. അപ്പം ലി സാലിമാണ്, ഇലാ സാലിം അല്ല. അത് തെറ്റ്. ഖാലത്ത് റഈസുൽ ജാമിഅത്തി അല്ലെ. റഈസ് എന്ന് പറയുമ്പം ഖാലത്ത് മാച്ച് ആവില്ല. കാരണം ഫീമെയിൽ ആണെങ്കിൽ റഈസ എന്ന് വരണം. അപ്പം അത് തെറ്റാണ്. ഖാല റഈസുൽ ജാമിഅത്തി സാലിമിൻ. ഇവിടെ ലി സാലിമൻ എന്നുള്ളത് വന്നിട്ടില്ല അല്ലെ. സാലിമിനോട് പറഞ്ഞു എന്നുള്ളത് വന്നിട്ടില്ല. അതും തെറ്റാണ്. ഖാല റഈസുൽ ജാമിഅത്തി ലി സാലിമിൻ ഇന്നൽ ഉസ്താദാതു അൽ ഹിന്ദിയ ഇന്നൽ ഉസ്താദാതി ഖാദിമാതുൻ ഗദൻ. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഖാല റഈസുൽ ജാമിഅത്തി, okay, the university president told li Salim inna that al ഉസ്താദാത്തി. ഇന്ന ആയതുകൊണ്ട് ഉസ്താദാത്തി. ഓക്കെ, താ വരൂല നമുക്കറിയാലോ അല്ലെ. അപ്പം ഇന്നൽ ഉസ്താദാത്തി that the professors al hindiyati Indian professors ഖാദിമാത്തുൻ coming then tomorrow ആയതുകൊണ്ടാണ് വുഡ് ബി എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് ഇത് ശരിയാണെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ഓപ്ഷനും കൂടെ നോക്കാം.
قالت رئيسة الجامعة لسالم إن الأساتذة അല്ല ഇന്നൽ അസാത്തിസത്ത. ഓക്കെ, കാരണം ഉസ്താദിന്റെ പ്ലൂരലാണ്, അതായത് മെയിൽ ഉസ്താദിന്റെ പ്ലൂരലാണ് അസാത്തിസത്ത്. ഓക്കെ, ഇന്നൽ അസാത്തിസത്ത അൽ ഹിന്ദിയൂന. അവിടെ ഹിന്ദിയൂന വരൂല, കാരണം ഹിന്ദിയീന വേണം വരാൻ. കാരണം ഇവിടെ അസാത്തിദ എന്ന് പറയുന്ന ഉസ്താദിന്റെ പ്ലൂറലിന്റെ വിശേഷണമാണ് ഹിന്ദിയൂൻ അല്ലെ. ഇന്ന വന്നതുകൊണ്ട് അത് രണ്ടും മൻസൂബാവണം. ഹിന്ദിയൂന്റെ മൻസൂബ് ഹിന്ദിയീൻ ആണ്, അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കറക്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ട്രാൻസ്ലേഷൻസിലേക്ക് പോവാം. കുറച്ച് മിസ്റ്റേക്സ് ഒന്നും ഉണ്ടായിന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഇപ്പം മുമ്പത്തെ പോലെ ഒരുപാട് ടെസ്റ്റുകളും ഒരുപാട് എക്സസൈസും ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നില്ല. അപ്പം ഉള്ള ഇതിൽ വെച്ചിട്ട് നിങ്ങളൊരു 60% എങ്കിലും കറക്റ്റ് ചെയ്താൽ തന്നെ വലിയ കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് ആരും ഡിമോട്ടിവേറ്റഡ് ഒന്നും ആവണ്ട ഇൻഷാ അല്ലാഹ്. ഇനി കാന റയീസുദ്ദൗലത്തി. ഓക്കെ, കാന റയീസുദ്ദൗലത്തി. റയീസുദ്ദൗല ആരാണ്? പ്രസിഡന്റ് ഓഫ് ദി കൺട്രി അല്ലേ. ദ ഉണ്ട്, റയീസുദ്ദൗല അല്ലുണ്ട്. അപ്പം പ്രസിഡന്റ് ഓഫ് ദി കൺട്രി, ദ പ്രസിഡന്റ് ഓഫ് ദി കൺട്രി. കാന വാസ്. അപ്പം എഴുതാം, the president of the country was Fil Misri. Okay, in Egypt. Sorry, Fil Misra. Okay. In Egypt. Fil Amil Madi. Fil Amil Madi എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ, ഓർ ഇൻ ദ ലാസ്റ്റ് ഇയർ എന്ന് എഴുതിയെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ലാസ്റ്റ് ഇയർ. മഅൽ വസീരിൽ ജദീദി. with the new minister. Okay, with the new minister. The president of the country was in Egypt last year with the new minister. അടുത്തത് മലയാളത്തിൽ എഴുതിയവർ ആരെങ്കിലും ഉണ്ടോ? മലയാളം പറയണോ? ഇല്ലാന്ന് വിചാരിക്കുന്നത്. അടുത്തത് ഖാല. ആരാ പറഞ്ഞത്? മുഅദ്ദഫു. ഓക്കെ, മുഅദ്ദഫുൻ ഇല്ല, സോ ആൻ എംപ്ലോയി. said. Min maktabil waziri. Min maktabil waziri. From the minister's office. Al wazir ആണല്ലേ. From the minister's or from the office of the minister എന്ന് എഴുതിയെങ്കിൽ ഓക്കെ ആണ്. From the minister's office. ഇന്ന എന്താണ്? That. Okay. An employee from the minister's office said that എന്ന് എഴുതാം, അല്ലെങ്കിൽ an employee said from the minister's office that എന്നും എഴുതാം. ഓക്കെ, എന്താ പറഞ്ഞത്? that എന്താ പറഞ്ഞത്? ഇന്നൽ വസീറ the minister ذاهب is going إلى Sri Lanka to Sri Lanka. Okay, في هذا العام this year. ആ ദിസ് ഇയറിന് വേണമെങ്കിൽ ആദ്യത്തിലും എഴുതാം. ഓക്കെ, ദ മിനിസ്റ്റർ ഇസ് ഗോയിങ് ടു ശ്രീലങ്ക ദിസ് ഇയർ എന്ന് വേണമെങ്കിൽ എഴുതാം. ദിസ് ഇയർ ദ മിനിസ്റ്റർ ഇസ് ഗോയിങ് ടു ശ്രീലങ്ക എന്ന് വേണമെങ്കിലും എഴുതാം. എന്തിനു വേണ്ടിയിട്ടാണ്? ലിസിയാറ, ടു വിസിറ്റ് റയീസത്തു ദാലിക്കൽ ബലദ്. റയീസത്തു ദാലിക്കൽ ബലദ് എന്ന് പറഞ്ഞാൽ ദ പ്രസിഡന്റ് ഓഫ് ദാറ്റ് കൺട്രി. അപ്പം an employee said from the minister's office that the minister is going to
ശ്രീലങ്ക, ദിസ് ഇയർ. ദിസ് ഇയറിനെ നിങ്ങൾ എവിടെ ഫിറ്റ് ചെയ്താലും ഓക്കെ ആണ്. അതായത് ഒരു മീനിങ് ഫുൾ സെന്റൻസിൽ. കാരണം നമ്മൾ മലയാളം ഇംഗ്ലീഷ് ഒക്കെ എഴുതുമ്പം പലർക്കും പല രീതികളും പല സ്ലാങ്ങുകളും ഉണ്ട്. അതിനകത്ത് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ പ്ലേസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദിസ് ഇയർ ടു വിസിറ്റ് the president of that country. ഓക്കെ, ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കുകൾ പ്ലേസ്ഡ് ആണെങ്കിലും മീനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. an employee said from the minister's office, okay, qala muwaddafun min maktabil waziri, okay, from the minister's office that. ഈ said that എന്നുള്ളതും ഇങ്ങനെ എഴുതാം, an employee from the minister's office said, okay, said that. ഇന്ന എന്ന് പറയുന്നത് അവിടെ ദാറ്റ് ആണ്, നിശ്ചയമായും എന്നുള്ള ഇന്നയല്ല, ഇന്ത്യന്റെ ഇന്നയല്ല, ദാറ്റ് ആണ്. ഓക്കെ, ഇന്നൽ വസീറ ദാഹിബുൻ, the minister is going. ഓക്കെ, ദാഹിബുൻ അവിടെ ക്യാൻ ഇല്ല, അതുകൊണ്ട് വാസ് അല്ല. ദാഹിബുൻ ഇല ശ്രീലങ്ക, ടു ശ്രീലങ്ക, ഫി ഹാദൽ ആമി, ദിസ് ഇയർ. ആരെങ്കിലും ഇൻ ദിസ് ഇയർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഗ്രാമറ്റിക്കലി കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ പൊതുവെ ദിസ് ഇയർ, ലാസ്റ്റ് ഇയർ എന്നൊക്കെ എഴുതുള്ളൂ, ഇൻ യൂസ് ചെയ്യാറില്ല. ഫി ഹാദൽ ആമി ലിസിയാറ, വിസിറ്റ് ചെയ്യാൻ വേണ്ടി, ലിസിയാറത്തി റഈസത്തി, ഓക്കെ, എന്താണ്, പ്രസിഡന്റ്, ദാലിക്കൽ ബലദി, ഓഫ് ദാറ്റ് കൺട്രി. ഓക്കെ, ഓഫ് ദാറ്റ് കൺട്രി. ഇനി അടുത്തത് പോല ഐദ്വൻ ഇന്നർ റഈസി. അപ്പം അയാൾ വേറെ എന്തോ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. he also said, okay, he also said, ഐദ്വൻ അറിയാലോ അല്ലെ. he also said, കോല മാത്രമേ ഉള്ളൂ, വേറെ അവിടെ സബ്ജക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹി എന്ന് നമ്മൾ പറയണം, കാരണം മുമ്പ് പറഞ്ഞ ആളെ കുറിച്ച് ആഡ് ചെയ്ത് പറയുന്നതാണ്. ഇന്ന, ദാറ്റ്. ഇന്നർ റഈസി, ദാറ്റ് എന്താണ്, ദ പ്രസിഡന്റ് അല്ലുണ്ടല്ലേ, ദാറ്റ് ദ പ്രസിഡന്റ് ഖാദിമുൻ, ക്യാന ഇല്ല, അതുകൊണ്ട് ഈസ് കമ്മിങ്. മിൻ അമേരിക്ക, ഫ്രം അമേരിക്ക. ഫി ഷഹ്റിൽ ഖാദിമി, in the coming month. Okay, fi shahril qadimi, in the coming month, or the coming month. in വേണമെന്നില്ല, the coming month. ഷഹ്റിൽ ഖാദിം എന്ന് പറഞ്ഞാൽ വരുന്ന മാസം. ഓക്കെ, നെക്സ്റ്റ് മാസം എന്നുള്ള അർത്ഥമാണ്. ഷഹർ നമുക്കറിയാം മാസമാണ്. ഓക്കെ, the coming month or in the coming month or the next month, അങ്ങനെയും എഴുതാം. ഫി ഷഹ്റിൽ ഖാദിമി മഅ ഇബ്നതിഹി അസ്സഗീറതി, മഅ ഇബ്നതിഹി അസ്സഗീറതി, മഅ വിത്ത്, ഓക്കെ, along with or വെറും ജസ്റ്റ് വിത്ത്, എന്താണെങ്കിലും ഓക്കെ ആണ്. ഹിസ് ഇബ്നതിഹി, ഹിസ് ഡോട്ടർ, അസ്സഗീറ സ്മോൾ, ഹിസ് സ്മോൾ അല്ലെങ്കിൽ യങ് ഡോട്ടർ. ഓക്കെ, he also said that the president is coming from America the coming month along with his small daughter. സെന്റൻസ് മീനിങ് ഫുൾ ആയ മതി. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വാക്കുകൾ പ്ലേസ് ചെയ്ത് പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ഇംഗ്ലീഷ് ആണ്, ഓരോരുത്തരും അവനവൻ പഠിച്ച സ്റ്റൈലിൽ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് കുറച്ച് വലിയ സെന്റൻസ് ആണ് അല്ലെ. മുദീറത്തുൽ ജാമിഅത്തി കാനത്ത് ഇൻദ മക്തബി റഈസി ദൗലത്തി. ഓക്കെ, മുദീറത്തുൽ ജാമിഅത്തി ആരാണ്? യൂണിവേഴ്സിറ്റി പ്രസിഡന്റ്, ദ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ്.
കാനത്ത്, വാസ്. ഓക്കെ, കാനത്ത് എപ്പോഴും നോക്കുക, ഈസും വാസും തീരുമാനിക്കുമ്പോൾ കാന ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. വാസ് എന്താ പറയുന്നത്? ഇന്ദ മക്തബി റയീസി ദൗലത്തി, ഇന്ദ മക്തബി റയീസി ദൗലത്തി. Was near the office of the country's president. അംസിൻ. അപ്പം ഒരു യെസ്റ്റർഡേ ഉണ്ട് അല്ലേ? ഈ യെസ്റ്റർഡേനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും പ്ലേസ് ചെയ്യാം, തുടക്കത്തിലും വെക്കാം. ഓക്കെ, യെസ്റ്റർഡേ ദ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് വാസ് നിയർ ദ ഓഫീസ് ഓഫ് ദി കൺട്രീസ് പ്രസിഡന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ദി യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് വാസ് നിയർ ദ ഓഫീസ് ഓഫ് ദി കൺട്രീസ് പ്രസിഡന്റ് യെസ്റ്റർഡേ എന്നും പറയാം. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്ലാങ്ങിനനുസരിച്ച് നമുക്ക് അത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പൊ ഇവിടെ എഴുതുകയാണ് യെസ്റ്റർഡേ. ഇനി എന്താ? ലിസിയാറത്തിഹി, ടു വിസിറ്റ് ഹിം. വഖാലത്ത്, ആൻഡ് ഷീ ടോൾഡ്. കാരണം ഇവിടെ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഫീമെയിൽ ആണ് അല്ലെ, മുദീറത്തുൽ ജാമിഅത്തി ആണ്. ആൻഡ് ഷീ ടോൾഡ് ലി റഈസി, ആരെടുത്താ പറഞ്ഞത്? ആൻഡ് ഷീ ടോൾഡ് ദ പ്രസിഡന്റ് ഇന്ന ഇബ്നഹ കാന മുവദ്ദഫുൻ. ഇന്ന ഇബ്നഹ, that her son. Okay, she told the president that inna, that her son kana was a government employee. Le muwaddafan hukumiyan. Okay, a government employee. في السنة الماضية, last year. في سنة الماضية, last year. മാദിയ കഴിഞ്ഞത് അല്ലെ. സന സ്ത്രീലിംഗം ഉപയോഗിച്ചത് കൊണ്ടാണ് അവിടെ മാദിയ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ മാദി എന്ന് എഴുതാറുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഇയർ. കുറച്ച് സ്ഥലം ഇട്ടിട്ടുള്ളൂ ഇവിടെ. ലാസ്റ്റ് പേജിൽ എഴുതാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അയക്കുമ്പോൾ ബെറ്റർ ആക്കി എഴുതാൻ പറ്റുമോ നോക്കാം ഇൻഷാല്ലാ. ലാസ്റ്റ് ഇയർ. പിന്നെന്താ ബാക്കി പറയുന്നത്? ലാക്കിന്നഹു, ബട്ട് ഹി. ലെ ലാക്കിന്നഹു നമുക്കറിയാം ബട്ട് ആണെന്ന്. ബട്ട് ഹി അൽ ആന, നൗ. അപ്പം ഹി ഈസ് നൗ. ഓക്കെ, അല്ലെങ്കിൽ പ്രസന്റ്ലി, കറന്റ്ലി. താലിബുൻ, എ സ്റ്റുഡന്റ്. ഫിൽ ജാമിഅത്തി, ഇൻ ദ യൂണിവേഴ്സിറ്റി. വമുവദ്ദഫുൻ, ആൻഡ് ആൻ എംപ്ലോയി. ഫിൽ മക്തബത്തിൽ ജാമിഅത്തി, ഇൻ ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി. സുബ്ഹാനല്ലാഹ്, വലിയ സെന്റൻസ് ആണല്ലേ. അതിന്റെ ബാക്കി അപ്പുറത്ത് എഴുതാട്ടോ. ലാസ്റ്റ് ഇയർ, but he is currently or presently or now. എന്താണോ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത്, എവിടെയാണോ അത് പ്ലേസ് ചെയ്താൽ കറക്റ്റ് ആയിട്ടുള്ളത് അതുപോലെ എഴുതട്ടോ. currently a student in the university and an employee in the university library. Okay, അപ്പം വലിയ സെന്റൻസ് ആണ്. ദ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് വാസ് നിയർ ദ ഓഫീസ് ഓഫ് ദി കൺട്രീസ് പ്രസിഡന്റ് യെസ്റ്റർഡേ, ഓർ യെസ്റ്റർഡേ ദ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് വാസ് നിയർ ദ ഓഫീസ് ഓഫ് ദി കൺട്രീസ് പ്രസിഡന്റ്.
to visit him, and she told the president that her son was a government employee last year, but he is currently, or he is a student now in the university and an employee in the university library. Okay, കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ സെന്റൻസ് ഒക്കെ ഒരു 60-70% കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാഷാല്ല ഗ്രേറ്റ്. അപ്പം ഇനി നിങ്ങൾ ഇതുപോലത്തെ വലിയ വലിയ സെന്റൻസ് ഒക്കെ ഏതെങ്കിലും ബുക്കിലോ എവിടെയെങ്കിലൊക്കെ കാണുമ്പോൾ വായിച്ചു നോക്കാൻ ശ്രമിക്കുക. വാക്കുകൾ വൊക്കാബുലറി ഉണ്ടാവില്ലായിരിക്കും, മീനിങ് നിങ്ങൾ ഡിക്ഷണറി വെച്ച് നോക്കിയിട്ട് ആ ഒരു സെന്റൻസ് റഫ്ലി മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇൻഷാല്ലാ. ലാസ്റ്റ് സെന്റൻസ്, ബിന്തുർ റഈസി, okay, the president's daughter, or the daughter of the president, the president's daughter Kanath was ustadatun, a professor, allilla, okay, a professor fil jamiati, in the university, al under, in the university, aydan fi hadal ami, in this year also. Okay, this year also. ഓൾസോ ദിസ് ഇയർ എന്ന് പറഞ്ഞാൽ മീനിങ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ദിസ് ഇയർ ഓൾസോ എന്ന് എഴുതുന്നത്. പ്രസിഡന്റ്സ് ഡോട്ടർ വാസ് എ പ്രൊഫസർ ഇൻ ദ യൂണിവേഴ്സിറ്റി ദിസ് ഇയർ ഓൾസോ. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ഈ ആൻസർ PDF അയക്കുമ്പം ഷെയർ ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അറബിയിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആണ്. Last month, the Canadian government said that the president of the country would be going to India this week to visit the president of India. Okay. ലാസ്റ്റ് മന്തിന് നമുക്ക് ലാസ്റ്റ് പ്ലേസ് ചെയ്യലാണ് അറബിയിൽ അല്ലേ. അപ്പം the Canadian government said, قالت الحكومة الكندية, ഹുക്കൂമ ആണ് ഗവൺമെന്റ്. ഇതിന് അൽ ഹുക്കൂമത്തുൽ കനദിയത്തു എന്നുള്ള രീതിയിൽ സിഫ മൗസൂഫാക്കി എഴുതാം, അല്ലെങ്കിൽ ഹുക്കൂമത്തുൽ കനദിയത്തി എന്നുള്ള രീതിയിൽ ഇദാഫയാക്കിയിട്ടും എഴുതാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ സിഫ മൗസൂഫിന്റെ സ്റ്റൈലിൽ എഴുതാണ്. ഖാലത്തിൽ ഹുക്കൂമത്തു അൽ കനദിയത്തു في الشهر الماضي. Okay, ഇൻ ദ ലാസ്റ്റ് മന്ത് എന്നുള്ള രീതിയിലാണ് നമ്മൾ അറബിയിൽ അങ്ങനെയാണല്ലോ കാണുന്നത് അല്ലെ. ഫീ എന്നുള്ള രീതിയിലാണ് എഴുതുക. ലാസ്റ്റ് മന്ത് എന്നാണ് ജസ്റ്റ് പറയുന്നതെങ്കിൽ പോലും ഫീ വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പം ഈ ഒരു യൂസേജ് ഒക്കെ നമ്മൾ എഴുതി 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 അങ്ങനെ ശരിയാവേണ്ടതാണ്. ഓക്കെ, ഇതുപോലെ തെറ്റുകളൊക്കെ വന്ന് തിരുത്തി നമുക്കത് അങ്ങ് സെറ്റ് ആയിക്കോളും ഇൻഷാ അല്ലാഹ്. ഫി ഷഹ്റിൽ മാദി. ഓക്കെ, قالت الحكومة الكندية في الشهر الماضي, എന്താ പറഞ്ഞത്, that ഇന്ന the president of the country, റഈസ ദൗലത്തി, അത് ഒന്നെങ്കിൽ റഈസ ദൗലത്തി എന്നുള്ള രീതിയിൽ ഇദാഫയാക്കിയിട്ട് എഴുതാം, അല്ലെങ്കിൽ അല്ല മറ്റേ രീതിയിൽ എഴുതാൻ പറ്റില്ല. എന്തായാലും ഇന്ന റഈസ ദൗലത്തി. ഓക്കെ, the president of the country would be coming to India this week. ذاهب إلى الهند في هذا الأسبوع. ഓക്കെ, ذاهبا would be വന്നത് അത് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. ആ വുഡ് ബി കണ്ടിട്ട് നിങ്ങൾ ബേജാറാവണ്ട. അവിടെ ആ ഒരു ടൈം ഫ്യൂച്ചർ ആണ്, വരും എന്നുള്ളത് പറയുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം വുഡ് ബി കമ്മിങ് ذاهب to India إلى الهند
ദിസ് വീക്ക് ഹാദൽ ഉസ്ബോറി. ആ ഹാദൽ ഉസ്ബോറിനെ ഇവിടെ കൊടുക്കാം, ഇനി അവസാനം കൊടുക്കാം. രണ്ടാണെങ്കിലും ഓക്കെ ആണ്. ഓക്കെ, ഫി ഹാദൽ ഉസ്ബോറി, ഫി ഹാദൽ ഉസ്ബോറി എന്തിനു വേണ്ടിയിട്ടാ വരുന്നത്? ടു വിസിറ്റ് ലിസിയാറത്തി. ആരെയാ വിസിറ്റ് ചെയ്യുന്നത്? ദ പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പം റയീസിൽ ഹിന്ദി. എന്തുകൊണ്ടാണ് റയീസിൽ ഹിന്ദി വന്നതെന്ന് അറിയാലോ അല്ലെ? ശരിക്കും ലി സിയാറത്തി എന്ന് പറയുമ്പോൾ ഫോർ മീറ്റിംഗ് ഓഫ് എന്നുള്ള രീതിയിലാണ് വരിക. ടു വിസിറ്റ് എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ പോലും ഇത് ഒരു ഡബിൾ ഇദാഫയാണ്. ഓക്കെ, ലി സിയാറത്തി റയീസിൽ ഹിന്ദി എന്ന് പറയുന്നത് ഒരു ഡബിൾ ഇദാഫയാണ്. ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ മീറ്റിംഗ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ലി സിയാറത്തി റയീസിൽ ഹിന്ദി എന്നുള്ള രീതിയിൽ വരുന്നത്. قالت الحكومة الكندية في الشهر الماضي إن رئيس الدولة ذاهب إلى الهند في هذا الأسبوع لزيارة رئيس الهند. ഓക്കെ, ഇനി അടുത്തത്. Indian government employees told Canadian government employees that the Indian president's daughter was living in a small town in Canada. ഇങ്ങനെ എഴുതാൻ നോക്കാം. ഇവിടെയും യെസ്റ്റർഡേനെ നമുക്ക് തൽക്കാലം അവിടെ പെൻഡിങ്ങിൽ വെക്കാം. എവിടെയാ പറ്റാന്ന് വെച്ചാൽ അവിടെ എഴുതാം. ബാക്കി നോക്കാം. ഇന്ത്യൻ ഗവൺമെന്റ് എംപ്ലോയീസ് മുവദ്ദഫൂന ഹിന്ദിയൂന ഹുകൂമിയൂന. ഓക്കെ, ദ എവിടെയും ഇല്ല, അതുകൊണ്ട് അൽ വേണ്ട ആവശ്യമില്ല. ഓക്കെ, മുവദ്ദഫൂന. അപ്പം ഗവൺമെന്റ് എംപ്ലോയീസ് പറഞ്ഞു എന്ന് പറയണം അല്ലെ? കാല. എന്തുകൊണ്ടാണ് ഇത് കാല ആവുന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? പ്ലൂറൽ ആയിട്ടും എന്തുകൊണ്ടാണ് കാല ആവുന്നതെന്ന്. ജുംലത്തുൽ ഫെലിയയിൽ ആദ്യം നമ്മൾ ഫെയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനുശേഷം ഇസ്മ വരുന്ന രീതിയിലാണ് എഴുതുക അല്ലെ? ജുംലത്തുൽ ഫെലിയ എന്ന് പറയുമ്പോൾ അവിടെ ഫസ്റ്റ് വരുന്ന ആ ഒരു വേർബ് ഒരിക്കലും പ്ലൂറൽ ആവില്ല. ഇസ്മ പ്ലൂറൽ ആണെങ്കിൽ പോലും വേർബ് സിംഗുലറിലേ വരുള്ളൂ. മെയിൽ ഫീമെയിലിനനുസരിച്ച് മാറും. ഇവിടെ മോബഫൂന എന്ന് പറയുന്നത് മെയിൽ ആയതുകൊണ്ട് കാല, അത് ഫീമെയിൽ ആണെങ്കിൽ മോബഫാത്ത് ആണെങ്കിൽ കാലത്ത് വരുമായിരുന്നു. ഓക്കെ, അപ്പൊ കാല മോബഫൂന ഹിന്ദിയൂന ഹുകൂമിയൂന. ഈ ഹുക്കൂമൊക്കെ നിങ്ങൾക്ക് പുതിയ വാക്കായതുകൊണ്ട് അതിന്റെ പല ഫോമുകളൊക്കെ എഴുതുമ്പോൾ ചെറിയൊരു സംശയമൊക്കെ വരും. കാരണം ഇസ്മ നസ്ബി ഒന്നും പഠിക്കുമ്പോൾ നമുക്ക് ഈ വാക്കൊന്നും അറിയില്ലായിരുന്നല്ലോ. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എഴുതി അങ്ങ് സെറ്റാക്കിയാൽ മതി. ഇച്ചിരി മിസ്റ്റേക്ക്, ഇതിന്റെ തെറ്റുകളൊന്നും നിങ്ങൾ തെറ്റായിട്ടേ കണക്കാക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഖാല മുവദ്ദഫൂന ഹിന്ദിയൂന ഹുകൂമിയൂന. അപ്പം ഇന്ത്യൻ ഗവൺമെന്റ് എംപ്ലോയീസ് ടോൾഡ്, ആരോടോ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ലീ വേണം. ടോൾഡ് കനേഡിയൻ ഗവൺമെന്റ് എംപ്ലോയീസ്. അപ്പം ലീ ഇതേപോലെ മുവദ്ദഫീന കനദിയീന ഹുകൂമിയീന. ലീ വരുമ്പം ഞാൻ പറഞ്ഞു മുവദ്ദഫൂന എന്നുള്ളത് മജ്റൂർ ആയിട്ട് മുവദ്ദഫീന ആവും അല്ലെ? അപ്പം ലി മുവദ്ദഫീന കനദിയീന. എപ്പോഴും വിശേഷണത്തിൽ ആദ്യം ഒറിജിനുള്ള വിശേഷണം എവിടെ നിന്നാണെന്നുള്ള വിശേഷണമാണ് നമ്മൾ എഴുതുക. അതുകൊണ്ടാണ് ഹിന്ദിയൂനെയും കനദിയൂനെയും ആദ്യം എഴുതിയത്. ഓക്കെ, കനദിയീന ഹുകൂമിയീന. എന്താ പറഞ്ഞത്? told Canadian government employees that in the Indian president's daughter, എന്താ പറഞ്ഞേ? ഇന്ന ബിന്ത റയീസിൽ ഹിന്ദി. ഓക്കെ, ബിന്ത റയീസി പ്രസിഡന്റ്സ് ഡോട്ടർ, ഇന്ത്യൻ അൽ ഹിന്ദി. ഓക്കെ, ബിന്ത
എന്തുകൊണ്ടാ ബിന്ത വന്ന്? ഇന്ന വന്നതുകൊണ്ട്. ബിന്ത റഈസി, എന്തുകൊണ്ടാ റഈസി വന്നത്? അത് ഇദാഫയില് മുദാഫ് ഇലൈഹി ആയതുകൊണ്ട്. ബിന്ത റഈസി അൽ ഹിന്ദി, റഈസിന്റെ വിശേഷനാണ് ഹിന്ദി അല്ലെ, ഇസ്മുൻ നിസ്ബയാണ്. ഹിന്ദി. ഇനി എന്താ പറയുന്നത്? That the Indian president's daughter was കാനത്ത് അല്ലെ, അവളാണ്, ബിന്താണ്. അപ്പം കാനത്ത് എന്താ അവൾ എന്താ ചെയ്യുന്ന പറഞ്ഞേ? ലിവിങ് ഇൻ എ സ്മോൾ ടൗൺ ഇൻ കാനഡ. ലിവിങ് സാക്കിനത്തുൻ. സാക്കിനത്തുൻ ഫി മദീനത്തി സ്വഗീറത്തി, ഫി മദീനത്തിൻ സ്വഗീറത്തിൻ അല്ലേ, എ സ്മോൾ ടൗൺ ആണ്. ഫി മദീനത്തിൻ സ്വഗീറത്തിൻ ഫി കാനഡ. ഓക്കെ. കാല ഓക്കെ, നമുക്കൊരു യെസ്റ്റർഡേ മിസ്സായിട്ടുണ്ടല്ലോ അല്ലേ? അതിന് നമുക്ക് കാല മുവല്ലഫൂന ഹിന്ദിയൂന ഹുക്കൂമിയൂന ബിൽ അംസി എന്ന് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ. അപ്പം കാല മുവല്ലഫൂന ഹിന്ദിയൂന ഹുക്കൂമിയൂന, Indian employees, Indian government employees told yesterday, Bill Amsi, Canadian government employees too. Okay, li muwallafina Canadian hukumina told to, like told them that inna the Indian president's daughter Binta Raisi Al Hindi. Okay, president's daughter Visheshanam Indian. Okay, അപ്പം ഇന്ന ബിന്ത റഈസിൽ ഹിന്ദി was Kanath living സാക്കിനത്തുൻ in a small town in Canada, ഫി മദീനത്തിൻ സോയിറത്തിൻ. എ ആണ്, അതുകൊണ്ടാണ് മദീനത്തിൻ സോയിറത്തിൻ വന്നത്. ഫി കാനഡ, ഇൻ കാനഡ. ഫൈൻ. ഇനി അടുത്തത്. The Canadian employees told them that the Canadian president's brother was also a student in a university in India, but he is living in Canada. The Canadian employees told. അപ്പം ഇവിടെയും ഈ പറഞ്ഞ പോലെ പ്ലൂറൽ ആണ്, അതുകൊണ്ട് തന്നെ ജുംലത്തുൽ ഫെലിയ സ്റ്റാർട്ടിങ് സെന്റൻസ് നമുക്ക് സിംഗുലറിലേ എഴുതാൻ പറ്റുള്ളൂ അല്ലെ. ഫെലിയയുടെ അഫ്യാല് സിംഗുലർ ആയിരിക്കണം. അപ്പം ദ കനേഡിയൻ എംപ്ലോയീസ് കാലൽ മോദഫൂനൽ കനദിയൂന. ഓക്കെ, ദ ഉണ്ട്, അതുകൊണ്ട് കാലൽ മുവദ്ദഫൂന അൽ കനദിയൂന told them, ലഹും. ഓക്കെ, അവരോടാണ് പറഞ്ഞത്. ഓക്കെ, ലഹും നമുക്കറിയാം ലീ എന്നുള്ളത് ലമീർ മുത്തസിലിന്റെ കൂടെ ആവുമ്പം ല ആവും അല്ലെ, ലന, ലഹും, ലക്ക എന്നൊക്കെ ആവും. told them, ലഹും, that ഇന്ന the Canadian president's brother, ഇന്ന അഹാ ar-Ra'isil Canadi. ഓക്കെ, ഇന്ന അഹ, ഇന്ന വരുമ്പോ അഹ എന്നുള്ളത് അഹ ആവും. ദ കനേഡിയൻ പ്രസിഡന്റ്സ് ബ്രദർ ആണ് അല്ലെ. അഹ ar-Ra'isi, റയീസിന്റെ വിശേഷണം ആണ് കനദി. ഓക്കെ, അൽ കനദി.
ഓക്കെ. റഈസി എന്ന് വന്നത് ഇദാഫയുടെ അഹു റഈസി എന്നുള്ള ഇദാഫ ആണ്. ഇദാഫയുടെ മുദാഫ് ഇലൈഹിയാണ്, അതുകൊണ്ട് അത് മജ്റൂർ ആയതാണ്. ഇന്ന വന്നത് കൊണ്ടാണ് അത് അഹ അർ റഈസി ആയത്. റഈസിന്റെ വിശേഷണമായതുകൊണ്ട് കനദി അൽ കനദി എന്ന് വന്നത്. റഈസിൽ കനദി വാസ് കാന അല്ലെ, അഹാണ്, അതുകൊണ്ട് കാന പുല്ലിംഗ ഏകവചനം. ഓൾസോ എ സ്റ്റുഡന്റ്, ഓക്കെ, താലിബൻ ഐദൻ, also a student in a university in India. Okay. في جامعة في الهند. كان طالبا. ഈ തന്നെ ഇവിടെയോ അല്ലെങ്കിൽ ഇതിന്റെ അവസാനമോ പ്ലേസ് ചെയ്യാട്ടോ. ഫിൽ ഹിന്ദി ഐദൻ. ഓക്കെ. ഐദനെ താലിബൻ ഐദൻ എന്നും വേണമെങ്കിലും വെക്കാം. ബട്ട് ഹി ഈസ് ലിവിങ് ഇൻ കാനഡ. ലക്കിന്നഹു but he സാക്കിനുൻ ഫി കാനഡ. Okay. لكنه ساكن في كندا. لكنه but he ساكن is living في كندا in Canada. കുഴപ്പമൊന്നുമില്ലല്ലോ. قال الموظفون the Canadian employees, قال الموظفون الكنديون told already പറഞ്ഞു قال them لهم that in the Canadian president's brother أخر رئيس الكندي كان was also a student طالبا أيضا or طالبا في جامعة في الهند أيضا. ഇവിടെയും വേണമെങ്കിൽ أيضا വെക്കട്ടോ. في جامعة في الهند أيضا لكنه but he ساكن is living في Canada in Canada. രണ്ട് സെന്റൻസും കൂടെ ഉള്ളൂ. A Canadian said. A Canadian said. قال كندي. എന്താ പറഞ്ഞ, ഇത് ഡയറക്റ്റ് ആണ് അല്ലെ, ദാറ്റ് ഇല്ല, അപ്പം ഡയറക്റ്റ് സ്പീച്ച് ആണ്. എന്താ പറഞ്ഞ, കനദിയൻ was his daughter a student in a Canadian university also. ഹൽ was question word ആണ്. ഹൽ his daughter was his daughter ആണ്. അപ്പം കാനത്ത് his daughter ഇബ്നതഹു അല്ലെങ്കിൽ ബിൻതുഹു. ഇബ്നതുഹു. ഓക്കെ. ഇബ്നതുഹു അല്ലെങ്കിൽ ബിൻതുഹു. ത്വാലിബത്തുൻ എവിടെ, ഇൻ എ കാനേഡിയൻ യൂണിവേഴ്സിറ്റി ഓൾസോ. ഫി ജാമിഅത്തിൻ കാനദിയത്തിൻ ഐദൻ. ഫി ജാമിഅത്തിൻ കാനദിയത്തിൻ أيضا. قال كندي a Canadian said. Okay. ഹൽ was question word ആണ്. ഹൽ കാനത്ത് his daughter ആയതുകൊണ്ട്, സ്ത്രീലിംഗ ഏകവചനം ആയതുകൊണ്ടാണ് കാനത്ത് എന്ന് പറഞ്ഞത്. ഇബ്നതുഹു അല്ലെങ്കിൽ ബിൻതുഹു his daughter, a student താലിബത്തുൻ in a Canadian university fi ജാമിഅത്തിൻ കാനദിയത്തിൻ ഐലൻ ഓൾസോ. ഓക്കെ. ഡയറക്റ്റ് ആണ്. ഇനി ലാസ്റ്റ് സെന്റൻസ് എന്താ പറയുന്നത്, ആൻ ഇന്ത്യൻ സെറ്റ്. അതേപോലെ വക്കാല ആൻഡ് ഉണ്ടെങ്കിൽ വക്കാല ജസ്റ്റ് കാല മതി. കാല ഹിന്ദിയുൻ
എന്താ പറയുന്നത്? നോ. ലാ, ഷീ ഈസ് എ പ്രിൻസിപ്പൽ ഓഫ് എ സ്കൂൾ. ഹിയ, ഷീ, ഹിയ മുദീറത്തു മദ്രസത്തിൻ. ഓക്കെ, ദാല്യ. ഓക്കെ, ഡെഫിനറ്റ് അല്ല, അതുകൊണ്ട് മുദീറത്തു മദ്രസത്തിൻ. No, she is a principal of a school. ഹിയ മുദീറത്തു മദ്രസത്തിൻ. ഓക്കെ, അൽഹംദുലില്ലാ. എല്ലാവരും കറക്റ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റെക്കോർഡിങ് കഴിയുമ്പോൾ ചെക്ക് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.